ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അതായത് ഓണപരീക്ഷാ ചോദ്യങ്ങൾ. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഓണപരീക്ഷ വരാൻ പോവാണ് അല്ലേ? എല്ലാവരും പഠിച്ചു കാണുമല്ലോ. ഓണപരീക്ഷയിൽ വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എല്ലാവരും പഠിച്ചു കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും യൂണിറ്റ്സ് ആയിരിക്കും നമ്മുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള മെയിൻ ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. എല്ലാ സബ്ജക്റ്റിൽ നിന്നും, അതായത് ഇംഗ്ലീഷും മാത്സും മലയാളത്തിൽ നിന്നൊക്കെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പഠിച്ചിട്ട് പോവുക. അതായത് നമ്മുടെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. നമ്മൾ ഫുൾ ടെക്സ്റ്റ് ബുക്കിന്റെ എല്ലാ ക്ലാസ്സും, ആക്ടിവിറ്റി ബുക്കിന്റെ എല്ലാ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഓണപരീക്ഷ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് മലയാളം മീഡിയം കൂട്ടുകാരുടെ ഗണിതത്തിന്റെ ചോദ്യപേപ്പറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മോഡൽ ക്വസ്റ്റ്യൻസ് ഈ വരാൻ പോകുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചോദ്യപേപ്പർ നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് 5 പ്രവർത്തനങ്ങളേ ഉള്ളൂ കേട്ടോ. ഓരോ 5 പ്രവർത്തനമേ ഉള്ളൂ. സോ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ മൂല്യനിർണ്ണയതരം എന്ന് വെച്ചാൽ നമ്മളത് കളറിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ളതൊന്നും എന്തുണ്ടാവില്ല, ഗ്രേഡ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ വൃത്തിയായിട്ട് കളർ ചെയ്യണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ഓണം വന്നു. കുഞ്ഞുണ്ണിയും കുഞ്ഞാറ്റയും കളിവീടിന് ചായം തേച്ചു, കളിവീടിന് നിറം നൽകി ഭംഗിയാക്കുക. ഈ കാണുന്ന കളിവീടിന് എന്ത് ചെയ്യുക, നിറം കൊടുത്ത് ഭംഗിയാക്കാനാണ് പറയുന്നത്. ഇതുപോലെ ഒരു ഫസ്റ്റത്തെ പ്രവർത്തനം എപ്പോഴും കളർ ചെയ്യാനുള്ള ഒരു പ്രവർത്തനമായിരിക്കും. അപ്പൊ നിങ്ങളത് വൃത്തിയായിട്ട് നിങ്ങളെ കൊണ്ടാവുന്ന പോലെ വൃത്തിയായിട്ട് കളർ കൊടുക്കുക കേട്ടോ. പ്രവർത്തനം 1, വരയ്ക്കാം എണ്ണാം. കളിവീടിന് ഒരു ഭാഗത്ത് കുഞ്ഞാറ്റ ഒരു പെൻസിൽ വരച്ചു. അതിൽ രൂപങ്ങൾ വരച്ച് നിറം കൊടുത്തു. ഓക്കെ, അതേ ക്വസ്റ്റ്യൻ, പെൻസിലിൽ രൂപങ്ങൾ വരച്ച് നിറം കൊടുക്കൂ. ബാക്കി ഭാഗങ്ങൾ, അതായത് ഇവിടെ 4 വരയ്ക്കാനുണ്ട് അല്ലേ? അതായത് ഒരു ചതുരം, ഒരു വട്ടം, വീണ്ടും ഒരു ചതുരം, ഒരു വട്ടം, ഒരു ചതുരം. അപ്പൊ അടുത്ത് എന്തായിരിക്കും വരിക, ഒരു വട്ടം. പിന്നെ അടുത്ത് വീണ്ടും ചതുരം, പിന്നെ ഒരു വട്ടം, പിന്നെ ഒരു ചതുരം. ബി ചോദ്യം, ചിത്രത്തിലെ ചതുരം, അത് ചതുരത്തിന്റെ രൂപത്തിന്റെ എണ്ണം എത്ര? ചതുര രൂപത്തിന്റെ എണ്ണം എത്ര? ഇത് ഏതാ ചതുരമാണ് അല്ലെ? ഈ ചതുരം എത്ര ഉണ്ട്? ഇവിടെ നോക്കൂ, 1, 2, 3, 4, 5. മനസ്സിലായല്ലോ? അതായത് ഇവിടെ എണ്ണി നോക്കി, 1, 2, 3, 4, 5. ഒന്നാമത്തെ പ്രവർത്തനം എല്ലാവർക്കും മനസ്സിലായില്ലേ? അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനം, പൂന്തോട്ടത്തിലേക്ക്. കുഞ്ഞാറ്റയും കൂട്ടുകാരും പൂക്കളം ഇടാൻ തീരുമാനിച്ചു. പൂന്തോട്ടത്തിൽ പോയി. വലുതും ചെറുതുമായി ധാരാളം പൂക്കൾ. തേൻ കുടിക്കാൻ പൂമ്പാറ്റയും വണ്ടും വന്നു. വലിയ പൂക്കൾക്ക് മഞ്ഞ നിറവും ചെറിയ പൂക്കൾക്ക് ചുവപ്പ് നിറവും കൊടുക്കുക. അതായത് വലിയ പൂക്കൾ ഏതൊക്കെയാ, ചെറിയ പൂക്കൾ ഏതൊക്കെയാ? വലിയ പൂക്കൾക്ക് ഏത് നിറം? മഞ്ഞ നിറം. ചെറിയ പൂക്കൾക്ക് ചുവപ്പ് നിറം കൊടുക്കുക. വലിയ പൂക്കളുടെ എണ്ണം എഴുതണം, ചെറിയ പൂക്കളുടെ എണ്ണം എഴുതണം. ഇവിടെ വലിയ പൂക്കൾ ഏതൊക്കെയാ? എത്ര ഉണ്ട്? 1, 2, 3, 4. ചെറിയ പൂക്കൾ എത്ര ഉണ്ട്? 1, 2, 3, 4, 5. എന്നിട്ട് എന്ത് ചെയ്യാ, നിറം കൊടുക്കുക കേട്ടോ. തേൻ കുടിക്കാൻ വന്ന പൂമ്പാറ്റകൾ കുഞ്ഞാറ്റയുടെ ചുറ്റിലും പറന്നു. ഇത് കുഞ്ഞാറ്റ കേട്ടോ. കുഞ്ഞാറ്റയുടെ മുന്നിലുള്ള പൂമ്പാറ്റകളുടെ എണ്ണം, അതായത് കുഞ്ഞാറ്റയുടെ മുന്നിൽ, ഇതെന്താ വെച്ചാൽ ഇത് പിന്നിൽ അല്ലേ, പുറകിലാണ്. മുന്നിൽ എത്ര പൂമ്പാറ്റയാണ് ചോദ്യം? 1, 2, 3. മനസ്സിലായല്ലോ? അപ്പൊ എന്താ ഇവിടെ മുന്നിൽ, പുറകില്, വലുത്, ചെറുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണിത്. അടുത്ത മൂന്നാമത്തെ പ്രവർത്തനം, പന്ത് കളിക്കാം. ഒരേ എണ്ണം ഉള്ളവ യോജിപ്പിച്ച് വരയ്ക്കുക. അവിടെ കുട്ടികളുടെ ചിത്രമുണ്ട്, ഇവിടെ പന്തിന്റെ ഉണ്ട്. അപ്പൊ ഒരേ സംഖ്യകളിലാണ് എന്ത് ചെയ്യേണ്ടത്, വരച്ച് യോജിപ്പിക്കേണ്ടത്. ഇവിടെ നോക്കൂ, ഇവിടെ എത്ര ഉണ്ട്, എത്ര കുട്ടികളാ? 1, 2, 3. അപ്പൊ ഇവിടെ 3 പന്ത് എവിടെയുള്ളത്? ഇതാ 1, 2, 3. അപ്പൊ ഇതിലേക്ക് എന്ത് ചെയ്യാൻ, വരച്ച് ചേർക്കുക. അടുത്ത ഇവിടെ എത്ര കുട്ടികളാ? 1, 2, 3, 4, 5. 5 കുട്ടികൾ. ഇവിടെ എവിടെ 5 പന്ത് ഉള്ളത്? 1, 2, 3, 4, 5. അടുത്തത് ഇവിടെ ഒരു കുട്ടിയുള്ളൂ. അപ്പൊ ഒരു പന്ത് എവിടെയാ? ഇവിടെയാണ്. അപ്പൊ അതിലേക്ക് വരച്ച് ചേർക്കുക. അടുത്തത് 1, 2, 3, 4. 4 കുട്ടികൾ, അപ്പൊ 4 പന്ത്. അടുത്ത ഇവിടെ 2 കുട്ടികൾ, അപ്പൊ 2 പന്ത്. അടുത്ത പ്രവർത്തനം 4, പൂക്കൾ വരയ്ക്കാം. എല്ലാ കൂടയിലും 6 പൂക്കൾ വീതം വെക്കണം. എല്ലാ കൂടയിലും 6 പൂക്കൾ. കൂടയിലെ പൂക്കളുടെ എണ്ണം, ഇപ്പൊ എത്ര പൂക്കളുണ്ട് ഈ കൂടയില്? 1, 2, 3, 4, 5, 6. ഓൾറെഡി 5 പൂക്കൾ ഉണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും വെക്കണോ പൂക്കൾ? 6 പൂക്കൾ വെക്കണമെന്നാ പറയുന്നത്. അപ്പൊ ഇനി പൂക്കൾ വരയ്ക്കണോ നമ്മള്? വേണ്ട അല്ലെ? വരച്ചു ചേർത്ത പൂക്കളുടെ എണ്ണം 0. അടുത്ത കൂടയിൽ എത്ര പൂക്കളാ? കൂടയിലെ പൂക്കളുടെ എണ്ണം എത്ര ഉണ്ട്? 1, 2. അപ്പൊ എത്ര പൂക്കൾ വേണം? 6 വേണം അല്ലെ? അപ്പൊ എത്ര കൂടെ വരച്ചു ചേർക്കണം? വരച്ചു ചേർത്ത പൂക്കളുടെ എണ്ണം 6ൽ നിന്നും 2 കുറയ്ക്കുക. എത്രയാ? 4. അടുത്തത് ഇവിടെ എത്ര കൂടയിലെ പൂക്കളുടെ എണ്ണം എത്രയാ? 1, 2, 3, 4. അപ്പൊ എത്ര വരച്ചു ചേർക്കണം? 6ൽ നിന്ന് 4 കുറയ്ക്കുക. 6ൽ നിന്ന് 4 കുറച്ചാ 2. അടുത്തത് കൂടയിൽ പൂക്കളില്ല അല്ലെ? നമുക്ക് മൊത്തം 6 വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കൂടയിൽ ഒരു പൂ ഉണ്ടെങ്കിൽ ഒരു പൂ വരച്ചു വീണ്ടും വരയ്ക്കുക. 5 വരച്ചു.
5 അല്ലേ? അപ്പൊ എന്താ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ശരിക്കും എഴുതേണ്ടത് കൂടുതൽ പൂക്കളുടെ എണ്ണം എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും ഒന്നുമില്ല, പൂക്കൾ ഒന്നുമേ ഇല്ല, എല്ലാം നമ്മൾ വരച്ചു ചേർത്തതാണ് അല്ലേ? എല്ലാം നമ്മൾ വരച്ചു ചേർത്തതാണ്. അപ്പൊ ഇവിടെ ശരിക്കും എഴുതേണ്ടത് എങ്ങനെയാ? കൂടുതൽ പൂക്കളുടെ എണ്ണം നമ്മൾ ഇവിടെ 0 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക. വരച്ചു ചേർത്ത പൂക്കളുടെ എണ്ണം ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ 6 എന്ന് എഴുതുക കേട്ടോ. 6 വരച്ചു ചേർത്ത പൂക്കൾ 6 നമ്മൾ വരച്ചു ചേർത്താണ് അല്ലെ, കൂടുതൽ പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത പ്രവർത്തനം വഴി കണ്ടെത്താമാണ്. അടുത്ത പ്രവർത്തനം കുഞ്ഞി പൂമ്പാറ്റയ്ക്ക് അമ്മ പൂമ്പാറ്റയുടെ അടുത്തെത്താനുള്ള വഴി കാണിച്ചു കൊടുക്കൂ. തുടർച്ചയായ സംഖ്യയിലൂടെ പോയാൽ മതി, വിട്ടുപോയ സംഖ്യ എഴുതുകയും വേണം. തുടർച്ചയായിട്ട് പോകാനാണ് പറയുന്നത്, വിട്ടുപോയ സംഖ്യ എഴുതുകയും വേണം. അപ്പോൾ ഏതൊക്കെ സംഖ്യ വിട്ടുപോയിരിക്കുന്നത്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഇല്ല, 5, 6, 7, 8 ഇല്ല, 9, 10 ഇല്ല. ഇത് എന്ത് ചെയ്യുക? കറക്റ്റായി വരച്ച് ചേർക്കുക. 1 നിന്ന് 2ലേക്ക്, 2 നിന്ന് 3ലേക്ക്, 3 നിന്ന് 4ലേക്ക്, അങ്ങനെ എന്ത് ചെയ്യുക? വരച്ച് ചേർക്കുക. തുടർച്ചയായി വരുന്നത് വരച്ച് ചേർക്കുക. ബി ചോദ്യം നോക്കൂ, തുടർച്ചയായിട്ട് വരുന്നത് ആദ്യത്തേൽ രണ്ട് വട്ടമുണ്ട്, അടുത്തത് 4 എണ്ണം, അത് കഴിഞ്ഞാൽ ഇവിടെ 6 വട്ടമുണ്ട്, അടുത്ത എത്ര ആയിരിക്കും? 8 എണ്ണം ഉണ്ടാവണം അല്ലേ? ഇതുപോലെ 8 വട്ടം വരച്ച് ചേർക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ചോദ്യ പേപ്പർ. എല്ലാ കുട്ടികൾക്കും ചോദ്യങ്ങൾ മനസ്സിലായല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായി കാണുക, നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.